ഗോൾഡൻ പ്രോപ്പർട്ടീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 5 കിലോമീറ്റർ മാത്രം അകലെയായി ഒരു വില്ല പ്രൊജക്ടിന്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന 5 സെന്റിൽ 3600 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് സ്റ്റഡി റൂമോടുകൂടി ലഭിക്കുന്ന കിഴക്കോട്ടു ഡയറക്ഷനോടുകൂടി വരുന്ന മനോഹരമായ ഒരു ഫുള്ളി ഫർണിഷ്ഡ് വീടിന്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് 2018ലെയും 19ലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വീട് കാണുന്ന പോലെ നല്ലൊരു കൊളോണിയൽ സ്റ്റൈലിലാണ് എലിവേഷൻ. മുകളിലായി റൂഫ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ഫ്രണ്ട് എലിവേഷൻ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും ഇൻഫോ പാർക്കിലേക്ക് 5 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 10 കിലോമീറ്ററും പാലാരി വിട്ടത്തേക്ക് 12 കിലോമീറ്റർ ദൂരത്തായാണ് ഈ വീട് നിൽക്കുന്നത്. നല്ലൊരു വില്ല പ്രൊജക്ടിന്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന വീട് തന്നെയാണ്. നല്ല നല്ല വീടുകളെല്ലാം സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീടും സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. 5 മീറ്ററോളം വീതി വരുന്ന ഇന്റേണൽ റോഡ് നമുക്ക് കാണാൻ കഴിയും. ചുറ്റുഭാഗങ്ങളിലെല്ലാം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് എല്ലാം കൊടുത്തു തന്നെയാണ് വീടിന്റെ നിർമ്മാണം. ചുറ്റുമതിലിലേക്ക് വന്നു കഴിഞ്ഞാൽ ടെക്സ്ചർ വർക്കുകളെല്ലാം ചുറ്റുമതിലിലും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഗേറ്റ് ലൈറ്റും സ്പോട്ട് ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ആ ഒരു ഭാഗമെല്ലാം കവർ ചെയ്തിരിക്കുന്നത്. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഒരു ഗേറ്റ് ഫ്രണ്ടിലായി കാണാൻ കഴിയും. വലിപ്പമുള്ള ഗേറ്റ് തന്നെയാണ്. ഇനി നമുക്ക് ഗേറ്റ് തുറന്ന് വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കാം. നേരെ കയറി ചെല്ലുന്നത് കവേഡോടുകൂടി വരുന്ന ഒരു കാർ പോർച്ച് ഏരിയയിലേക്കാണ്. ബാംഗ്ലൂർ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് വീടിന്റെ മുറ്റത്തായി വിരിച്ചിരിക്കുന്നത്. കാർ പോർച്ചിലെല്ലാം സീലിംഗ് വർക്കുകളും സ്പോട്ട് LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. 3 വണ്ടി ഈസിയായി പാർക്ക് ചെയ്യാവുന്ന ഒരു മുറ്റം ഇവിടെ ലഭ്യമാണ്. ഈ ഒരു ഭാഗത്തും നമുക്ക് കാണാം അത്യാവശ്യം നല്ല രീതിയിലുള്ള മുറ്റം ലഭ്യമാണ്. ഇവിടെയെല്ലാം ഗാർഡൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് എല്ലാം കൊടുത്ത് തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. വടക്കിഴക്കേ മൂലയിലായി കിണറിന്റെ സ്ഥാനം കാണാം. വർഷത്തിൽ സുലഭമായി കിണർ വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയായി വർക്ക് ഏരിയ സ്പേസ് ആണ് വരുന്നത്. ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് തന്നെ തിരിച്ചു വരാം. ഡോറിന്റെ ഡയറക്ഷൻ വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ്. വീടിന്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ഭാഗത്തേക്കുമാണ്. തേക്കിലാണ് ഇവിടെ മരങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ചെറിയ രീതിയിലുള്ള ഒരു സിറ്റ് ഔട്ടും നമുക്ക് കാണാം. 2 സൈഡിലേക്കും തുറക്കാവുന്ന ഡോർ തുറന്ന് കയറി ചെല്ലുന്നത് വിശാലമായ ഒരു ലിവിംഗ് ഹാളിലേക്കാണ്. മനോഹരമായ ഫോൾ സീലിംഗ് വർക്കുകളും പ്രൊഫൈൽ ലൈറ്റുകളും സീലിംഗ് ഫാനെല്ലാം ഇവിടെ കാണാം. ഇവിടെയായി ഒരു സെറ്റി ഇനി വരാനുണ്ട്. ഫർണിച്ചർ മാത്രമേ ഇനി ഈ വീട്ടിൽ വരാനുള്ളൂ. ഫുൾ ഫർണിഷ്ഡോടുകൂടി വരുന്ന ഒരു വീട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുന്നത്. വിശാലമായ വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഫ്രഞ്ച് പാളി വിൻഡോ തന്നെയാണ്. നേരെ കാണുന്ന ഭിത്തിയിൽ മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള TV യൂണിറ്റ് കാണാം. റൊട്ടേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു TV യൂണിറ്റാണ്. ഡൈനിങ് ഹാളിൽ നിന്നും ലിവിംഗ് ഹാളിൽ നിന്നും നമുക്ക് TV കാണുന്ന രീതിയിലാണ് ആ ഒരു TV യൂണിറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വലിപ്പമുള്ളൊരു ഡൈനിങ് ഹാൾ ഏരിയയിലാണ് ഇപ്പോൾ നമ്മൾ വന്നെത്തി നിൽക്കുന്നത്. നല്ലൊരു ഡബിൾ ഹൈറ്റോടുകൂടി വരുന്ന ലിവിംഗ് ഹാൾ തന്നെയാണ്, ഡൈനിങ് ഹാൾ തന്നെയാണ്. നല്ലൊരു ഷാൻലിയർ ലൈറ്റ് എല്ലാം അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫ്ലോറിങ്ങിനായി വെട്രിഫൈഡ് ടൈലുകളാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. അത് മാറ്റ് ടൈലുകൾ തന്നെയാണ്. ഇവിടെയും നമുക്കൊരു ടേബിൾ ഇടാവുന്ന സ്പേസ് ലഭ്യമാണ്. ഡൈനിങ് ഹാളിനോട് തൊട്ട് ചേർന്ന് തന്നെ നമുക്ക് കാണാം നല്ലൊരു കോർട്ട്യാർഡ് നിർമ്മിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായി ഗ്ലാസ് വർക്കും ജിയുടെ പൈപ്പിൽ വരുന്ന ഡിസൈൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെയായി മനോഹരമായ ടൈലുകളെല്ലാം ഒട്ടിച്ച് ഭംഗിയിൽ തന്നെയാണ് ആ ഒരു സ്പേസ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയാണ് വാഷ് കൗണ്ടർ വരുന്നത്. നല്ല നല്ല ഇൻഡോർ പ്ലാന്റുകളെല്ലാം സെറ്റ് ചെയ്താണ് ആ ഒരു ഭാഗം കവർ ചെയ്തിരിക്കുന്നത്. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചന്റെ നിർമ്മാണം. ഇവിടെ നിന്നും ഫുഡ് സെർവ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഹാങ്ങിങ് ലൈറ്റുകളും നമുക്ക് കാണാം. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എല്ലാം കിട്ടുന്ന രീതിയിലാണ് ആ ഒരു ഓപ്പൺ കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു കിച്ചൺ തന്നെ ഇവിടെ കാണാൻ കഴിയും. നല്ലൊരു ഐവറി കളറിൽ വരുന്ന കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. കിച്ചണിൽ അടപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്കോട്ട് തന്നെയാണ്. 100% വാസ്തുശാസ്ത്ര പ്രകാരം തന്നെയാണ് വീട് നിർമ്മാണം. ഒരു ചിമ്മിനിയും ഹോബും നമുക്ക് ഇവിടെ കാണാൻ കഴിയും. കൂടാതെ ഈ ഒരു ഭാഗത്താണ് വാഷ് ബേസിൻ വരുന്നത്. നല്ലൊരു മോഡേൺ സ്റ്റൈലിൽ വരുന്ന വാഷ് ബേസിൻ തന്നെ ഇവിടെ കാണാം. ഇതിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് ഫ്രിഡ്ജ് വയ്ക്കാവുന്ന പ്രൊവിഷൻ വരുന്നത്. കൂടാതെ ക്രോക്കറി ഷെൽഫും നമുക്ക് കാണാൻ കഴിയും. ഇവിടെയാണ് ഫ്രിഡ്ജ് വയ്ക്കുന്ന ഒരു ഏരിയ വരിക. ഇവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വലിപ്പമുള്ളൊരു വർക്ക് ഏരിയ സ്പേസ് ലഭിക്കുന്നുണ്ട്. അവിടെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഫർണിച്ചറും ഈ വീട്ടിൽ ലഭ്യമാണ്.
അതിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 140 സ്ക്വയർ ഫീറ്റിൽ ലഭിക്കാവുന്ന വലിപ്പമുള്ള ഒരു ബെഡ്റൂമിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളും കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെ കോട്ട് വന്നിട്ടുണ്ട്. ഇനി ബെഡ് കൂടി വരാനുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള കബോർഡ് വർക്കുകളെല്ലാം നമുക്ക് കാണാം. എല്ലാ വിൻഡോയിലും കർട്ടൻ എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. നല്ല ബ്ലൈൻഡ്സ് കർട്ടൻ തന്നെയാണ്. നല്ല മനോഹരമായ ഒരു ബെഡ്റൂമിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ വലിപ്പമുള്ളൊരു ബാത്റൂമും കാണാൻ കഴിയും. ഇവിടെ ജാഗോറിൻ്റെ കൺസീൽഡോടുകൂടി വരുന്ന ഫ്ലഷ് ടാങ്കും ക്ലോസറ്റുമാണ് വരാനുള്ളത്. അതിൻ്റെയും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ചത്തെ വർക്ക് മാത്രമേ ഇനി പെൻഡിങ് ആയുള്ളൂ. ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഇലക്ട്രിസിറ്റിക്കായി 3 ഫേസ് കണക്ഷനാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. സ്വിച്ചുകളെല്ലാം ലെഗ്രാൻഡ് തന്നെയാണ്. 135 സ്ക്വയർ ഫീറ്റിൽ ലഭിക്കുന്ന ഒരു ബെഡ്റൂമിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇതിനും കബോർഡ് വർക്കും സിറ്റിംഗ് ഏരിയയും കൂടാതെ ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയ എല്ലാം കൊടുത്ത് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മനോഹരമായ കബോർഡ് ഏരിയ ആ ഒരു കോർണറിലായാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. 4 ബെഡ്റൂമിനും വലിപ്പമുള്ള ബാത്റൂമുകൾ കാണാൻ കഴിയും. മനോഹരമായി തന്നെയാണ് ബാത്റൂം എല്ലാം കവർ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയും സ്റ്റെയർ കേസിൻ്റെ നിർമ്മിച്ചിരിക്കുന്നത് ഇരുമ്പിലും വുഡിലുമാണ്. ടഫൻ ഗ്ലാസും അവിടെയും നമുക്ക് കാണാൻ കഴിയും. തേക്കാണ് ഫുള്ളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. സ്റ്റെയർ കേസിൻ്റെ നേരെ കാണുന്ന ഭിത്തിയിൽ ടെക്സ്ചർ വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മനോഹരമായൊരു ഹോളിലാണ് നമ്മൾ ഇപ്പോൾ വന്നെത്തി നിൽക്കുന്നത്. ഈ ഒരു ഷാൻലിയർ ലൈറ്റാണ് നമ്മൾ ഡൈനിങ് ഹാളിൽ നിന്നും കണ്ടത്. ഇവിടെയായി ഒരു TV റൂം ഏരിയ ലഭ്യമാണ്. ഇവിടെയും വലിപ്പമാർന്ന വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്താണ് TV ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കി തന്നെയാണ് മുകളിലെ നിലയിലെ ഹോളെല്ലാം കവർ ചെയ്തിരിക്കുന്നത്. മുകളിലെ നിലയിലായി 2 ബെഡ്റൂമും സ്റ്റഡി റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് നമുക്ക് ലഭ്യമാവുക. വലിപ്പമുള്ള വിൻഡോകൾ നമുക്ക് എല്ലാ സ്ഥലത്തും കാണാൻ കഴിയും. ഇനി മുകളിലെ നിലയിലെ ബെഡ്റൂമിലേക്ക് വരാം. നല്ല മനോഹരമാക്കി തന്നെയാണ് ബെഡ്റൂമുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഫുൾ ഫർണിഷ്ഡോടുകൂടി വരുന്ന വീട് തന്നെയാണ്. 4 റൂമിലും AC വരാനുണ്ട്. കൂടാതെ ബെഡും വരാനുണ്ട്. ഇതിനെല്ലാം വലിപ്പമാർന്ന ബാത്റൂമുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ ബെഡ്റൂമിനും വിശാലമായ ബാത്റൂം ലഭ്യമാണ്. ജാഗോർ തന്നെയാണ് ഇവിടെ ഫുൾ ബാത്റൂം ഫിറ്റിംഗ്സിനും സാനിറ്ററീസിനുമായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഇനി 4ാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ വന്നെത്തി നിൽക്കുന്നത്. ഈ ബെഡ്റൂമിലും ഫുൾ ഫർണിഷ്ഡോടുകൂടി തന്നെയാണ് നിർമ്മാണം. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം കാണാൻ കഴിയും. എറണാകുളം ജില്ലയുടെ എല്ലാ ഭാഗത്തേക്കും ഈസി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇൻഫോ പാർക്കിൻ്റെ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ഇൻഫോ പാർക്കായിട്ട് ബന്ധപ്പെട്ടാണ് ഫുൾ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 4 ബെഡ്റൂമും ബാത്റൂമും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ബാൽക്കണിയിലേക്കും സ്റ്റഡി റൂമിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോകേണ്ടത്. അതിനു മുന്നായി നമുക്ക് ഈ വീടിൻ്റെ മറ്റുള്ള വിശദ വിവരങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും അല്പം മാറി ഇൻഫോ പാർക്കിൽ നിന്നും 5 കിലോമീറ്റർ മാത്രം ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന 5 സെൻറ്റിൽ 3600 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് സ്റ്റഡി റൂമോടുകൂടി വരുന്ന ഫുൾ ഫർണിഷ്ഡായി ലഭിക്കുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 1,70,00,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.